BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. തൃശൂരും പാലക്കാടും വീണ്ടും നേരിയ ഭൂചലനം. പ്രകമ്പനം അനുഭവപ്പെട്ടത് പുലർച്ചെ. തൃശൂരും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. പുലർച്ചെ 3:55 പ്രകമ്പനം ഉണ്ടായത്. കുന്നംകുളം, എരുമപ്പെട്ടി, വേലൂർ, വടക്കാഞ്ചേരി, തൃക്കാല, തിരുമറ്റിക്കോട് മേഖലകളിൽ ഭൂമി കുലുങ്ങിയതായി അനുഭവപ്പെട്ടു. ഇന്നലെ രാവിലെയും ഈ മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലാണ് ഇന്ന് വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടത്. വലിയ മുഴക്കം കേട്ടുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. തൃശൂരിലെ വടക്കൻ മേഖലകളിലാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. കുന്നംകുളം, ചൂണ്ടൽ, വരവൂർ, എരുമപ്പെട്ടി എന്നിവിടങ്ങളിലാണ് ഭൂചലനം ഉണ്ടായത്. തൃശൂർ നഗരത്തിലും അത്താണിയിലും ഭൂമി കുലുങ്ങിയതായി അനുഭവപ്പെട്ടു. കുവൈറ്റ് തീപിടുത്തം ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിയില്ല. കുടുംബങ്ങൾക്ക് എല്ലാവിധ സഹായവും ഉറപ്പാക്കും. KG എബ്രഹാം. കുവൈറ്റ് അപകടം ദൗർഭാഗ്യകരമായ സംഭവമെന്ന് NBDC മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്നും എന്നാൽ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വൈകാരികമായാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. അപകടം നടക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. കമ്പനിയിലെ ജീവനക്കാരെ എല്ലാവരെയും കുടുംബം പോലെയാണ് കണ്ടത്. 49 വർഷമായി കുവൈറ്റിലാണ് ഞാനുള്ളത്. കുവൈറ്റിനെയും ജനങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു. ഇന്ത്യൻ എംബസി നന്നായി കാര്യങ്ങൾ ചെയ്തു. കേന്ദ്രത്തിന്റെ നല്ല ഇടപെടൽ കാരണമാണ് മൃതദേഹങ്ങൾ വേഗം ഇന്ത്യയിൽ എത്തിക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി. മന്ത്രിമാരുടെ പ്രകടനം മോശം. CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ. CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കും രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായെന്ന് വിമർശനം. മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ലെന്ന് ജില്ലാ കൗൺസിലിൽ വിമർശനം ഉയർന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിലിന്റെ വിലയിരുത്തൽ. തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ SIയെ വാഹനം ഇടിച്ചു വീഴ്ത്തി. വാഹനം ഓടിച്ച 19കാരൻ ഒളിവിൽ. പാലക്കാട് തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ SIയെ വാഹനം ഇടിച്ചു വീഴ്ത്തി. SIയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയ കാർ നിർത്താതെ പോയി. അപകടത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ശശികുമാറിനാണ് പരിക്കേറ്റത്. വാഹനം ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റേതാണെന്ന് കണ്ടെത്തി. അഭിലാഷിന്റെ മകൻ അലനാണ് വാഹനം ഓടിച്ചിരുന്നത്. സംഭവത്തിന് ശേഷം ഒളിവിൽ കഴിയുന്ന 19കാരനായ അലന് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിർത്താതെ പോയ വാഹനം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം നടന്നത്. ജമ്മു കാശ്മീരിലെ തുടർച്ചയായ ഭീകരാക്രമണം സുരക്ഷ വിലയിരുത്താൻ അമിത്ഷാ ഇന്ന് കാശ്മീരിലേക്ക്. ജമ്മു കാശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഞായറാഴ്ച ജമ്മു കാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തും. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് വിപുലമായ മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വൃത്തങ്ങൾ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. LDFും UDFും അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തുന്നു. കേരളത്തിൽ 9 രാജ്യസഭാ സീറ്റുകളിലും 5ലും മുസ്ലിങ്ങൾ. വെള്ളാപ്പള്ളി നടേശൻ. വിവാദ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. LDFും UDFും അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു. കേരളത്തിലെ 9 രാജ്യസഭാ സീറ്റുകളിൽ 5ലും മുസ്ലിങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. SNDP മുഖമാസികയായ യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിലാണ് പരാമർശം. മതവിദ്വേഷം തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്ന് വെള്ളാപ്പള്ളി മുഖമാസികയായ യോഗനാഥത്തിൽ പറയുന്നു.
വിഴിഞ്ഞം തുറമുഖത്തിന് കസ്റ്റംസ് അംഗീകാരം ചരക്കു നീക്കത്തിന്റെ മുഖ്യ ഹബ്ബായി മാറും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ കസ്റ്റംസ് പോർട്ടായി അംഗീകരിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചു. ഇതോടെ കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാവുന്ന നിയമവിധേയമായി അംഗീകരിക്കപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം മാറിയെന്നും മന്ത്രി അറിയിച്ചു. ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണം. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും കിട്ടിയില്ല. തുറന്നടിച്ച് തോമസ് ഐസക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം തുറന്നടിച്ച് CPIM നേതാവ് ഡോക്ടർ TM തോമസ് ഐസക്. ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണമെന്ന് തോമസ് ഐസക് പറയുന്നു. ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തോമസ് ഐസക്കിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ പാർട്ടി അനുഭാവികളുടെ വോട്ട് പോലും ലഭിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരും. ഇന്ന് മുന്നറിയിപ്പില്ല. നാളെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴ ലഭിക്കാൻ സാധ്യത. ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ലാത്തതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അലർട്ടുകൾ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ നാളെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. അടുത്ത 3 മണിക്കൂറിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.